കേൾക്കാവോ? വേദിയിലെ പ്രിയപ്പെട്ട വാസുവേട്ടൻ, പ്രേമേട്ടൻ, സയന, ഇന്നത്തെ മുഖ്യ താരം ധനീഷ്, കുന്നംകുളത്തെ പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ചടങ്ങിലെത്തുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതനായിട്ടുള്ള സുഭാഷാണ് ഇങ്ങനെ ഒരു പുസ്തകത്തെ പറ്റി പരിചയപ്പെടുത്തിയത്. നമുക്കറിയാം, നമ്മുടെ ഒരു തലമുറ, അല്ലെങ്കിൽ എൻ്റെയും എനിക്ക് മുൻപുള്ളവരുടെയും ഒരു തലമുറയിൽ എഴുത്തെന്ന് പറയുന്നത് വളരെ വരേണ്യമായിട്ടുള്ള ഒരിടമാണെന്നും അത്തരത്തിലുള്ള വരേണ്യമായിട്ടുള്ള ഇടത്തിൽ മാത്രം പ്രവേശനമുള്ള ചിലരുണ്ടെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള സാമൂഹിക ഇടപെടലുകളെ തുടർന്ന് അത്തരത്തിലുള്ള വരേണ്യതകളൊക്കെ ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ DC ബുക്സ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള, അല്ലെങ്കിൽ വിപണിയിലെ ഏറ്റവും അധികം മൂല്യമുള്ള DC ബുക്സിൽ നിന്ന് ഒരു പുസ്തകം വരിക എന്നുള്ളതൊക്കെ നമ്മുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള വരേണ്യ സങ്കല്പങ്ങളൊക്കെ പൊളിഞ്ഞു പോകാനുള്ള കാരണം നമ്മുടെ ജനാധിപത്യ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു തുറസ്സാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ പുസ്തകം, ക്ഷമയോടെ പറയുകയാണ്, ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല എങ്കിലും, കാരണം എനിക്ക് വായിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല എങ്കിലും, ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു സ്ത്രീയാണ്. പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അത് തന്നെ ഒരു കാലത്തിൻ്റെ മാറ്റമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഇവിടെ പുതിയ കുട്ടികൾ, നമ്മുടെ തൊട്ടടുത്ത തലമുറയിലെ കുട്ടികൾ ഒരു നോവൽ എഴുതുമ്പോൾ, ഒരു കഥ എഴുതുമ്പോൾ സ്ത്രീകളെ മുഖ്യ കഥാപാത്രങ്ങളായി പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി, ഒരു ജനാധിപത്യ സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതും വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥയായിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാനത് വായിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് എനിക്കറിയാം സയന അത് വിശദമായി ഇവിടെ പറയുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഓണക്കാലമാണ്, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കുകളിലൊക്കെയാണ്. അപ്പോൾ ഓണത്തെ സംബന്ധിച്ചും നമ്മൾ അതിൻ്റെ സവർണ സങ്കല്പങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞുകൊണ്ട് തോറ്റവരുടെ, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒക്കെ ഉത്സവമായിട്ടാണ് നമ്മൾ ഓണത്തെ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ AI വന്നതിന് ശേഷം, സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ വികാസ കാലഘട്ടത്തിന് ശേഷം ആർക്കും എഴുതാം, എന്തും എഴുതാം. ആരെഴുതുന്നതും വിപണിയിലെത്തും, ആരെഴുതുന്നതും നമ്മുടെ സമക്ഷത്തിലെത്തും. പക്ഷെ അത് എന്ത് എഴുതണം എന്നുള്ളത്, അത് എങ്ങനെ എഴുതണം എന്നുള്ളത്, അതിലേത് പക്ഷം നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് പ്രധാനം. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ജാഗ്രത ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഈ പുസ്തകങ്ങൾ, കാരണം അതിനുമാതിരി പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ DC തന്നെ ഇത്തരത്തിലൊരു നോവൽ മത്സരം നടത്തുമ്പോൾ, ധനീഷ് പറഞ്ഞതനുസരിച്ച് റൊമാൻസ് ക്രൈം നോവൽ മത്സരമായിരുന്നു. നമുക്കറിയാം ഏറ്റവും അധികം വായനക്കാരുള്ള ഒരു മേഖലയാണ് ക്രൈം ഫിക്ഷനും റൊമാൻസും. എല്ലാ കാലത്തും വിപണി മൂല്യമുള്ള ഒരു വിഭാഗമാണ് ക്രൈം ഫിക്ഷനും റൊമാൻസും. ഒരിക്കലും മരിക്കുന്നില്ല. എത്ര ക്രിഞ്ചാണെന്ന് പറഞ്ഞാലും, എത്ര ക്ലീശയാണെന്ന് പറഞ്ഞാലും നമ്മൾ റൊമാൻസിനെയും ക്രൈം ഫിക്ഷനെയും ഇന്നും സ്വീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വരുന്ന സാഹിത്യം മാത്രമല്ല, സിനിമകളാവട്ടെ, ഈ ജനസുകൾ ഒരിക്കലും മരിക്കുന്നില്ല. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പുതിയ അപ്ഡേഷനുകൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ആർക്കും എഴുതാൻ പറ്റുന്ന ടെക്നോളജി നമ്മളെ സഹായിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സർഗാത്മകത കൊണ്ട് എന്താണ് പ്രയോജനം? സർഗാത്മകതയെ നമ്മൾ എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്? ഒരാളുടെ ആലോചനയെ, ഒരാളുടെ ഭാവനയെ, ഒരാളുടെ ചിന്തയെ, ജൈവികമായിട്ടുള്ള സ്വത്വബോധത്തെ എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നുള്ളതായിരിക്കും അടുത്ത കാലത്തിൽ ഒരു മത്സരത്തിന് വരിക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, പാട്ടുണ്ടാക്കുന്ന കാലമാണ്. സംഗീതം കൊടുക്കുന്നു, പാട്ടുണ്ടാക്കുന്നു, ലിറിക്സ് എഴുതുന്നു, സംഗീതം, എല്ലാ കാര്യങ്ങളും AI ചെയ്യുന്നു. നിങ്ങളൊരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ അധ്യാപിക ആയതുകൊണ്ട് കുട്ടികൾക്ക് അസൈൻമെൻറ്റ് കൊടുത്താൽ അസൈൻമെൻറ്റ് ഉടനെ അവർ ChatGPTക്ക് കൊടുക്കും, ജെമിനിക്ക് കൊടുക്കും. അവർ പറയും ടീച്ചറേക്കാൾ നല്ല മനോഹരമായിട്ട് ChatGPT ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് ഉണ്ടാക്കി തരുമെന്ന് പറയുന്നു. കവിത അങ്ങനെ എഴുതുന്നവരുണ്ട്. എനിക്ക് വളരെ കുറച്ച് പേരെയൊക്കെ അറിയാം. കഥയും നോവലൊക്കെ ഇതുപോലെ ChatGPTയെ കൊണ്ടും ജെമിനിയെ കൊണ്ടൊക്കെ എഴുതിക്കുന്ന ആളുകളുണ്ട്. അതൊരു തെറ്റൊന്നുമല്ല. അത് എഴുതിയതിനെ പരിഷ്കരിച്ച് തങ്ങളുടേതായ വാചകങ്ങൾ കൂടിയൊക്കെ ചേർത്തിട്ട് അതിനെ പരിഷ്കരിച്ച് എഴുതുന്നതുണ്ട്. എല്ലാ തരത്തിലുള്ള വായനകൾക്കും എല്ലാ തരത്തിലുള്ള എഴുത്തുകൾക്കും സ്വാതന്ത്ര്യം ഉള്ള ഒരിടം എന്നുള്ള രീതിയിൽ അതൊന്നും ഒരു തെറ്റായി ഞാൻ കരുതുന്നില്ല. പക്ഷെ നമ്മുടെ സർഗാത്മകത കൊണ്ട് എന്താണ് പ്രയോജനം?
അവിടെയാണ് സാങ്കേതിക വിദ്യയേക്കാൾ കവിഞ്ഞ് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പക്ഷം ഉണ്ടാവണമല്ലോ. നമ്മളുടെ പക്ഷം മാനവികതയുടെ പക്ഷമാണോ? നമ്മൾ എഴുതുമ്പോൾ നമ്മളെ സാങ്കേതിക വിദ്യ അതിന് കൂട്ടുനിൽക്കണമെന്നില്ല. കാരണം അതിൻ്റെ ചിന്തയിൽ എപ്പോഴും, യന്ത്രത്തിൻ്റെ ചിന്തയിൽ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, യാന്ത്രികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അത് നിർവഹിക്കുക. നിങ്ങൾ ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഓണപ്പുടവ നൽകുക, അല്ലെങ്കിൽ കമ്മലിടിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് അതിനിഷ്ടമുള്ള കമ്മലിടിക്കും, അതിനിഷ്ടമുള്ള ഉടുപ്പിടിക്കും. അത് നമ്മുടെ ജൈവിക സങ്കല്പങ്ങളുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. നമ്മൾ എത്ര പ്രാവശ്യം കൊടുത്താലും നമ്മൾ വിചാരിച്ചത് കിട്ടാതെ വരുമ്പോൾ ഇതൊന്നല്ലല്ലോ നിന്നോട് പറഞ്ഞത് എന്ന് കുട്ടികൾ ചില സമയത്ത് ChatGPTയും ജെമിനിയൊക്കെ ആയിട്ട് തർക്കിക്കുന്നതൊക്കെ നമ്മുടെ സ്റ്റാറ്റസുകളും അല്ലെങ്കിൽ അതിൻ്റെ ട്രോളുകളൊക്കെ കാണാറുണ്ട്, റീലുകളൊക്കെ കാണാറുണ്ട്. അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള സാധ്യതകളിലും ധനീഷ് ഇങ്ങനെ ഒരു ഇഫർട്ട് എടുത്തതിനെ കുറിച്ച്, ഇങ്ങനെ ഒരു പ്രയത്നം എടുത്തതിനെ കുറിച്ച് അഭിനന്ദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ധനീഷിൻ്റെ പേര് ഈ പുസ്തകത്തിലൂടെ മാത്രമാണ് പരിചയം, പക്ഷെ അങ്ങനെയല്ല എന്ന് പോർക്കുളത്ത് നിന്നുള്ള ഇവിടുത്തെ സമകാലികം വായനാ കൂട്ടായ്മ തന്നെ പറഞ്ഞു. നേരത്തെ എഴുതിയിട്ടുണ്ട് ആര്യാവർത്തമെന്നും നോവലുകൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ ധനീഷിൻ്റെ ബയോഡാറ്റ നോക്കിയപ്പോൾ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ് ഡിപ്ലോമ എടുത്തിരിക്കുന്ന വിഷയം, അങ്ങനെ മൾട്ടി പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ സർഗാത്മകത എന്ന് പറയുന്നത്, എഴുത്ത് എന്ന് പറയുന്നത് ഒരു സ്വത്വപരമായിട്ടുള്ള ഗുണമായിട്ടാണ് ധനീഷ് കൊണ്ടു നടക്കുന്നത്. അപ്പം അതിന് അങ്ങനെ ഒരാൾക്കൊരു സർഗാത്മക വാസന ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഇടം കൂടി വേണം. അപ്പം അങ്ങനെ ഒരു ഇടം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതിൽ സമകാലികം ചർച്ചാവേദിക്ക്, വായനാവേദിക്കും അഭിനന്ദനം കൊടുക്കണം. മനസ്സിലാക്കുന്നത് 78ാമത്തെ ചർച്ചയാണ് എന്നുള്ളതാണ്. അപ്പോൾ 78 വട്ടം ഈ പുസ്തക ചർച്ച കടന്നുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു വലിയ കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. എല്ലാവരും ഒറ്റയൊറ്റ ഇടങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് വായിക്കാനും ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാനും ഒറ്റയ്ക്കിരുന്ന് എല്ലാം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ അത്തരമുള്ള ഒറ്റ ഇടങ്ങളിൽ നിന്ന് ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാവുക, കൂട്ടിടം ഉണ്ടാവുക, അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുക, എന്തുമാവട്ടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ്, നമ്മൾ കൂടിയിരിക്കുമ്പോഴാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ ലോകം വലുതാവുക. ആ തെറ്റുകൾ തിരുത്തുക, സംവാദം ഉണ്ടാകുമ്പോഴാണ് വിവാദം ഉണ്ടാകുള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ പുലിക്കളി വിവാദത്തിലാണ്. സംവാദവും വിവാദവും ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതുമയുള്ള ചിന്തകൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റായാലും നമ്മൾ കുട്ടികളോട് അതാണ് പറയാറ്, തെറ്റായാലും നിങ്ങളൊന്ന് മിണ്ടൂ, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ എന്ന് നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയും. എന്ത് ചോദിച്ചാലും കുട്ടികൾ മിണ്ടാതിരിക്കുമോ? പുതിയൊരു തലമുറയിൽ കാണുന്ന ഒരു ട്രെൻഡാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും അവർ സംസാരിക്കുക, മിണ്ടില്ല. പക്ഷെ നിങ്ങൾ അവരുടെ ഫോണിൽ ചാറ്റ് ചെയ്ത് നോക്കിയ 1 മണി വരെ അവർ നമ്മളോട് ചാറ്റ് ചെയ്യും. എന്ത് കാര്യത്തിനും അവർ നമ്മളോട് ചാറ്റ് ചെയ്തു. നേരിൽ സംസാരിക്കാൻ, ഒരു കൂട്ടത്തിൽ സംസാരിക്കാൻ അവർക്ക് വലിയ മടിയാണ്. കാരണം അത്തരത്തിലുള്ള കൂട്ടങ്ങളിൽ നിന്ന് അകറ്റത്തക്ക വിധത്തിലുള്ള ഒരു മുതലാളിത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യവസ്ഥിതിയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആ വ്യവസ്ഥിതിയിൽ ഇത്തരത്തിൽ ഇപ്പൊ ഞാൻ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര പേരാണ് ഈ 18 വയസ്സിന് അല്ലെങ്കിൽ 25 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കൂ. ഇത് എന്റെ മകൾ മാത്രമാണ്, ഞാൻ കൊണ്ടുവന്നതാണ് നിർബന്ധിച്ച്. ബാക്കി ആരും ഇവിടെ ഇല്ല. 25 വയസ്സിനും 30 വയസ്സിനും 40 വയസ്സിനും 50 വയസ്സിനും ഞാൻ ഇപ്പൊ വായനശാലകളുടെ പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. അവിടെ എല്ലാം 50+ ആൾക്കാരാണ്, 60+ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അവർ എംപവേർഡ് ആയവരാണ്. വീണ്ടും അവിടെ വന്ന് എംപവേർഡ് ആവാൻ തന്നെ വന്നിരിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ വീണ്ടും അവരൊന്നും കൂടെ പുഷ്ടിപ്പെടാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താഴെയുള്ളവർക്ക് ഇതൊന്നും വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. താഴെയുള്ളവർ എന്തുകൊണ്ടാണ് കൂട്ടങ്ങളിലേക്ക് വരാത്തത്? നമ്മുടെ സാമൂഹിക ഇടങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ എവിടെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ ജെൻസി സമരം നടന്നു അല്ലേ? അവിടെ കുട്ടികളാണ് ഏറ്റവും മികച്ച പ്രതിഷേധവുമായിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നത്. കാരണം അവരെ പറ്റി ഒരു വാക്ക് വന്നപ്പോൾ, അവരുടെ രാഷ്ട്രീയതയെപ്പറ്റി, അവരുടെ നിലപാടില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ച് ഒരു വാക്ക് വന്നതോടുകൂടി അവർ ചൂടാവുകയും അവരുടെ സിരകളിൽ യുവത്വത്തിൻ്റെ രക്തം തിളയ്ക്കുകയും അവർ ഒരു മുഖ്യധാരയിലേക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം അവർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ ഇവിടെ
ഇത്രയധികം കാലഘട്ടം പഴക്കമുള്ള അല്ലെങ്കിൽ ഇത്രയധികം കാലഘട്ടത്തിലെ സേവന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കൊന്നും സാധിക്കാത്ത രീതിയിലാണ് അവർക്ക് മനുഷ്യരെ ഒന്നുകൂട്ടാനായിട്ട് പറ്റിയത്. ഞാൻ പറഞ്ഞു വരുന്നത് കൂട്ടായ്മയുടെ ഒരു ശക്തിയെ കുറിച്ചിട്ടാണ്. ആ കൂട്ടം കൂടിയപ്പോൾ എപ്പോഴും ഏകാധിപത്യത്തിനെതിരെ, ഫാസിസത്തിനെതിരെ, വരേണ്യവൽക്കരണത്തിനെതിരെ, സവർണതയ്ക്കെതിരെ നമുക്ക് പോരാടാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയിൽ നിന്നാണ് നമുക്കെല്ലാം ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചാവേദികളിൽ പോവുകയും അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യരെ കേൾക്കുകയും ചെയ്യുമ്പോൾ പല വേദികളിലും ഒരുപക്ഷെ ഏറ്റവും പ്രാദേശികമായ ഇടങ്ങളിൽ പോലും നമ്മൾ പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ആ നാടിൻ്റെ പൾസ് എന്തായിരിക്കും ഈ നാട്ടുകാർ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ പുസ്തകം കിട്ടുമ്പോൾ ഇതിന്ന് വായിക്കുമ്പോൾ എന്താണ് കുന്നംകുളത്തെ അല്ലെങ്കിൽ പോർക്കുളത്തിൻ്റെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ എന്താണ് പറയാൻ, പുതിയ തലമുറ എന്താണ് പറയാൻ, നമ്മുടെ അടുത്ത തലമുറ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, അവർക്ക് കിട്ടിയിട്ടുള്ള ഭാവുകത്വം എന്താണ് എന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം കൂട്ടായ്മകൾ ഇനിയും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് സമകാലിക ചർച്ചാവേദിയോട് പറയാനുള്ളത്. മാത്രമല്ല, കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുള്ള ഒരിടമാണ്. സജീവമായിട്ടുള്ള വായനായിടങ്ങൾ, ഞാൻ ഇവിടെ തന്നെ സിനിമാ പരിപാടികൾ, നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ലിവ ടവറിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഒരു സാംസ്കാരിക, നാട്ടുകാർ കുന്നംകുളത്തെ പറ്റി പല അപവാദങ്ങൾ പറഞ്ഞാലും, കുന്നംകുളത്തിലെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞാലും, പഴയ കഥകളൊക്കെ പറഞ്ഞാൽ പോലും ഏറ്റവും അധികം സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള വായനക്കാരുള്ള, എഴുത്തുകാരുള്ള, കവികളുള്ള, ചിത്രകാരന്മാരുള്ള, എനിക്ക് ധനീഷും ചിത്രകലയിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വിവിധ കലകളിൽ പ്രാവീണ്യമുള്ള മനുഷ്യരുള്ള ഒരിടമാണ്. അപ്പോൾ അത്തരം മനുഷ്യരുടെ കൂടിയിരിക്കലുകൾ കൊണ്ട് വ്യക്തിക്ക് മാത്രമല്ല ഒരു ഗുണമുണ്ടാവുക. വ്യക്തി മാത്രം നന്നാവുന്ന ഒരിടം വളരെ മോശം ഇടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ഏകാധിപത്യം ഉണ്ടാകുന്നത്, അവിടെ നിന്നാണ് ഫാസിസം ഉണ്ടാകുന്നത്. വ്യക്തിയിൽ നിന്ന് കൂട്ടത്തിലേക്ക്, കൂട്ടം വളരുമ്പോഴാണ്, അവിടെ കാറ്റും വെളിച്ചവും ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ പുരോഗതി ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങളുള്ള മനുഷ്യരെ കൂട്ടിച്ചേർക്കുകയും, അതൊരു കണ്ണി പോലെയാണ്. ഒരാൾ അടുത്ത ആളെ, ഇപ്പോൾ ധനീഷിൻ്റെ കൂട്ടുകാർ ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ, ആ സമകാലികം എന്ന് പറയുന്ന ചർച്ചാവേദിയിലെ മനുഷ്യർ ഒന്നിച്ചിരിക്കുമ്പോൾ അത് കുന്നംകുളത്തിൻ്റെ ഒരു പ്രാദേശികതയുടെ ഒരു കൂട്ടം തന്നെ ആവുകയാണ്. അവിടുത്തെ ചിന്തകൾ കുന്നംകുളത്തെ മറ്റിടങ്ങളിലേക്ക് പോവുകയാണ്. അതൊരു മറ്റൊരു ചർച്ചാവേദിക്ക് പ്രോത്സാഹനമാവുകയാണ്. അവിടെ നിന്ന് മറ്റൊരു പുസ്തകം വരികയാണ്. ആ പുസ്തകത്തിൽ എന്താവണം, അടുത്ത തലമുറ എന്ത് വായിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് രൂപീകരിക്കാനായിട്ട് പറ്റും. ഇവിടെ കേട്ടതിൽ നിന്ന്, ഇവിടെ കണ്ടതിൽ നിന്ന്, പരസ്പരം സംവദിക്കുന്നതിൽ നിന്ന് ഒരു ചിന്ത. നമ്മൾ എന്നും കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയുന്നവരാണ്. ആ വിശേഷങ്ങളിൽ ഏതിനെയാണ് തള്ളേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് തള്ളിക്കളയേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ കൊള്ളേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ടാകും. അപ്പം അത്തരം ധാരണകളെ കൂടി വളർത്തുന്ന വിധത്തിൽ നമ്മുടെ എഴുത്തും വായനയും സജീവമാകട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. അതുകൊണ്ട് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച സമകാലികം ചർച്ചാവേദിക്ക് ആദ്യമേ തന്നെ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇനി ധനീഷിനോടാണ്. ധനീഷ് എനിക്ക് തോന്നുന്നു യുവാവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കൂടുതൽ എഴുത്തുകൾ ഉണ്ടാവട്ടെ, ധനീഷിന് കൂടുതൽ വിസ്തൃതമായിട്ടുള്ള ഭാവനയുടെ സഞ്ചാരങ്ങൾ ഉദിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കുന്നംകുളത്തിലേക്ക് വലിയ ബഹുമതികൾ, എഴുത്തിൻ്റെ പെരുമയും പേരും കൊണ്ടുവരാനുള്ള എല്ലാ അഭിവാദ്യങ്ങളും ധനീഷിനും നൽകുകയാണ്. ഈ കൂട്ടത്തിലേക്ക് വരാൻ സാധിച്ചതിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. അഗ്രഹാരത്തിലെ